നെക്സ്റ്റ് പറയാനുള്ളത് സിംപ്ലക്സ് അൽഗോരിതം ഫോർ മാക്സിമം ടേബിളോസ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് എന്താണ്? മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിളുള്ള സിംപ്ലക്സ് അൽഗോരിതമാണ്. ഇവിടെ പറയുന്നത് മാക്സിമം ടേബിളോസ്. അപ്പോൾ നമുക്ക് B1 B2 എക്സെട്ര BM ലെസ് ദാൻ 0 ഏതെങ്കിലും ലെസ് ദാൻ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം അല്ലേ. മാക്സിമം ടേബിളോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആവണമെന്നില്ല, ബേസിക് ഫീസിബിൾ ആവണമെന്നില്ല. അപ്പോൾ മാക്സിമം ബേസിക് ഫീസിബിൾ ആണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഇനി ഏതെങ്കിലും BIs നെഗറ്റീവൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ചെയ്തു വരികയാണെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമ്മൾ മാക്സിമം ബേസിക് ഫീസിബിളായി മാറും, ഓരോ ടേബിൾ ഇങ്ങനെ ചെയ്തു വരുമ്പോഴേ. അപ്പോൾ മാക്സിമം ബേസിക് ഫീസിബിൾ ആണ് സ്റ്റെപ്പിൽ വെച്ചിട്ട് വീണ്ടും അത് തൊട്ട് മുന്നേ പഠിച്ച മെത്തേഡാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. സിംപ്ലക്സ് അൽഗോരിതം ഫോർ മാക്സിമം ടേബിളോസ്. സ്റ്റെപ്സ് നോക്കാം. ദ കറൻറ്റ് ടേബിളോ ഈസ് ഓഫ് ദി ഫോം. അതായത് ഇത് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്സ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ കുറേ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ തന്നെ ഇത് മാക്സിമം ബേസിക് ഫീസിബിൾ ആയി മാറുണ്ടാവും. അപ്പോൾ ദ കറൻറ്റ് ടേബിളോ ഈസ് ഓഫ് ദി ഫോം തന്നിട്ടുള്ള ടേബിളോ ഈ ഫോമിലാണ് ഉള്ളത്. ജനറൽ ഫോം എഴുതി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് -1 A11 A12 എക്സെട്ര A1n A21 A22 എക്സെട്ര A2n എക്സെട്ര AM1 AM2 എക്സെട്ര AMN B1 B2 എക്സെട്ര BM C1 C2 എക്സെട്ര CN D F ഈക്വൽ ടു മൈനസ് ഓഫ് ഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് പറയുന്നുണ്ട് ഇഫ് B1 B2 എക്സെട്ര BM ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ എന്താണ് ഈ ടേബിളോ? ശരിക്കും മാക്സിമം ബേസിക് ഫീസിബിൾ ആണ് അല്ലേ. B1 B2 എക്സെട്ര BM ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ഈ ടേബിളിൽ B1 B2 എക്സെട്ര BM ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമ്മൾ മാക്സിമം ബേസിക് ഫീസിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത് ഗോ ടു സ്റ്റെപ്പ് 6. അവിടെ 6ൽ പറയുന്നത് തന്നെയാണ് മുന്നത്തെ മെത്തേഡ് അപ്ലൈ ചെയ്യാം. മാക്സിമം ബേസിക് ഫീസിബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ അതേ ചെയ്യാനുള്ളൂ, ആ രീതിയിൽ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ അതർവൈസ് കണ്ടിന്യൂ. അതർവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ഉണ്ടാവും എന്നല്ല അർത്ഥം അല്ലേ. എല്ലാതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ഉണ്ടാവും. ചൂസ് BI ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് I ഈസ് മാക്സിമം. അതായത് ഒന്ന് കൂടുതൽ BIs ഒക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ, ഒന്ന് മാത്രം ഉള്ളെങ്കിൽ ആ Iനെ ചൂസ് ചെയ്യുക, ആ BI വാല്യൂനെ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ B2 -3 ആണ്, അതുപോലെ B5 -3 ആണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ I ആയിട്ട് ഏതാ ചൂസ് ചെയ്യേണ്ടത്? 5 ആണ് ചൂസ് ചെയ്യേണ്ടത്. I മാക്സിമം ആയിട്ടാണ് ചൂസ് ചെയ്യേണ്ടത്. അതായത് അവിടെ B5നെയാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ I മാക്സിമൽ ആവുന്ന രീതിയിലുള്ള BI ലെസ് ദാൻ 0 ആണ് ചൂസ് ചെയ്യേണ്ടത്. ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് മാത്രം ചൂസ് ചെയ്യാം. എന്നിട്ട് എന്താ നോക്കേണ്ടത്? അവിടെ നമ്മൾ CJ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്തിട്ട് തൊട്ട് മുന്നത്തെ മെത്തേഡിൽ CJ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്തിട്ട് A1J A2J എക്സെട്ര AMJ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാനാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ AI1 AI2 എക്സെട്ര AIN ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ, AI1 AI2 എക്സെട്ര AIN ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെ വന്നാൽ ദ മാക്സിമൈസേഷൻ പ്രോബ്ലം ഈസ് ഇൻഫീസിബിൾ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഇൻഫീസിബിൾ ആണെന്ന് പറയും. അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഏതെങ്കിലും ഒന്ന് ലെസ് ദാൻ 0 വരുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നിർത്തുക. ഈ പ്രോബ്ലം ഇൻഫീസിബിൾ ആണെന്ന് പറയാം. ഇഫ് I ഈക്വൽ ടു M, അതായത് I ചിലപ്പോൾ നമുക്ക് BMലും നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ Iൻ്റെ ഭാഗത്ത് M ആയിരിക്കും വന്നിട്ടുണ്ടാവും അല്ലേ, വലിയ വാല്യൂ അല്ലേ എടുക്കുക. ഇഫ് I ഈക്വൽ ടു M ചൂസ് AMJ ലെസ് ദാൻ 0 പൈവോട്ട് ഓൺ AMJ. I M ആണെങ്കിൽ AMJ ചൂസ് ചെയ്യാം. AMJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ AM1 AM2 അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ലെസ് ദാൻ 0 ആയിട്ടുള്ള വാല്യൂ ചൂസ് ചെയ്യുക. ചൂസ് AMJ ലെസ് ദാൻ 0 പൈവോട്ട് ഓൺ AMJ ആൻഡ് ഗോ ടു 1. എന്നിട്ട് AMJയിൽ പൈവോട്ടിങ് നടത്തുക. ഗോ ടു 1, സ്റ്റെപ്പ് 1ക്ക് വീണ്ടും പോവുക. അപ്പോൾ ആ ടേബിളോ പൈവോട്ടിങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഫോമിലുള്ള ടേബിളാവും. പിന്നെ ഇത് നോക്കുക B1 B2 എക്സെട്ര BM ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് നോക്കുക. അങ്ങനെ പോരാ. അല്ലെങ്കിൽ അതായത് I ഈക്വൽ ടു M, അല്ലാത്ത കേസ് അതാ I ലെസ് ദാൻ M അല്ലേ. അല്ലേ ഒന്ന് M വരെയല്ലേ വരുന്നത്, B1 B2 എക്സെട്ര BM വരെ. അപ്പോൾ I ഈക്വൽ ടു M ആണെങ്കിൽ നമ്മൾ ഈ കേസ് പറഞ്ഞു. ഇനി I ലെസ് ദാൻ M, എമ്മിന് താഴെയുള്ള വാല്യൂ ആണ് Iക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ചൂസ് AJ ലെസ് ദാൻ 0. ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു AJ ലെസ് ദാൻ 0 ചൂസ് ചെയ്യുക. കമ്പ്യൂട്ട് എന്ത് നോക്കണം? മിനിമം ഓർ K ഗ്രേറ്റർ ദാൻ 1 സെറ്റ് ഓഫ് ഓൾ BI ബൈ AIJ യൂണിയൻ. BI ബൈ AIJ എന്നുള്ള എലമെൻ്റ് എടുക്കുക. നമ്മളിവിടെ AIJ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു BI AIJ ഫിക്സഡ് എലമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ അല്ലേ. BI ബൈ AIJ കാണാം, യൂണിയൻ ഒരു സെറ്റും കൂടി ആഡ് ചെയ്യണം.
ബി കെ ഗ്രേറ്റർ ദാൻ 1 എല്ലാതും B1 ബൈ A1 അങ്ങനെ എല്ലാതും എടുക്കണം. അതുപോലെ B2 ബൈ A2 എന്നൊക്കെ ചൂസ് ചെയ്യണം. സെറ്റ് ഓഫ് ഓൾ BK ബൈ AKJ സച്ച് ദാറ്റ് AKJ ഗ്രേറ്റർ ദാൻ 0. അതായത് പോസിറ്റീവ് AKJക്ക് ഈ വാല്യൂസ് കാണാം. ഇതൊക്കെ അടങ്ങിയ സെറ്റിൻ്റെ മിനിമം വാല്യൂ കാണാം. അത് BP ബൈ APJ ആണെങ്കിൽ APJയിൽ പൈവോട്ടിങ് ചെയ്യുക ആൻഡ് ഗോ ടു സ്റ്റെപ്പ് 1. വീണ്ടും സ്റ്റെപ്പ് 1ലേക്ക് പോവുക. There may be more than one value of P for which BP by APJ is minimum. അത് ആ സെറ്റിൽ മിനിമം ഓഫ് നമ്മൾ എഴുതിയ സെറ്റിൽ കുറേ വാല്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ രണ്ടെണ്ണത്തിന് തന്നെ സെയിം വാല്യൂ വരുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ആ കേസിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു ബി ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു BP ബൈ APJ ചൂസ് ചെയ്യുക. അത് നമ്മൾ തൊട്ട് മുന്നത്തെ മെത്തേഡിലും പറഞ്ഞിരുന്നു. ഇനി ആറാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുക? അപ്ലൈ ദി സിംപ്ലക്സ് അൽഗോരിതം ഫോർ മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിൾസ്. ആറാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു അല്ലേ, മാക്സിമം ബേസിക് ഫീസിബിൾ ആണെങ്കിൽ B1 B2 എക്സെട്ര BM ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 6 പറഞ്ഞു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് മാക്സിമം ബേസിക് ഫീസിബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്താ അപ്ലൈ ചെയ്യേണ്ടത്? സിംപ്ലക്സ് അൽഗോരിതം ഫോർ മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിൾസ്, അതാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് മാക്സിമം ടേബിളൊക്കെയുള്ള സിംപ്ലക്സ് അൽഗോരിതം. ബേസിക് ഫീസിബിൾ അല്ലെങ്കിലും ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഇനി എപ്പോഴാണ് ഇതിൽ ഇൻഫീസിബിൾ എന്നൊരു ടേം നമ്മൾ പറഞ്ഞു അല്ലേ, AI1 AI2 എക്സെട്ര AIN ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് സ്റ്റോപ്പ് ചെയ്യണം. പ്രോബ്ലം ഇൻഫീസിബിൾ ആണ്. എന്താണ് ഇൻഫീസിബിൾ? എ കനോണിക്കൽ മാക്സിമൈസേഷൻ അല്ലെങ്കിൽ മിനിമൈസേഷൻ LPP is said to be infeasible if it has no feasible solution. If it has no feasible solution. ഫീസിബിൾ സൊല്യൂഷൻ എന്തായിരുന്നു? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യണ സൊല്യൂഷൻ. കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യണ X1 X2ൻ്റെ ഒക്കെ വാല്യൂസ് ഇല്ലേ, അതാണ് ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ ഫീസിബിൾ സൊല്യൂഷൻ ഇല്ലാത്ത കേസിനാണ് നമ്മൾ ഇൻഫീസിബിൾ എന്ന് പറയും. ഓക്കെ. Hence an infeasible LPP has an empty constraint set. അല്ലേ, കൺസ്ട്രെയിൻറ്റ് സെറ്റ് കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യണ X1 X2 ഇതിൻ്റെയൊക്കെ വാല്യൂസ് ആണ് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യണമില്ല എന്നുള്ളതിന് അർത്ഥം എന്താ? കൺസ്ട്രെയിൻറ്റ് സെറ്റ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്കലി വരച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്ത് വരച്ചില്ലേ, അതൊരു empty സെറ്റായിരിക്കും കിട്ടുക. കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ഇല്ല പറഞ്ഞാൽ അതൊരു empty സെറ്റായിട്ടാവും കിട്ടുക. If we stop in step 4, the current tableau is of the form. സ്റ്റെപ്പ് 4 എന്താ പറഞ്ഞത്? നമ്മളൊരു BI ലെസ് ദാൻ 0 ആദ്യം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുന്നത്തെ സ്റ്റെപ്പിൽ. പിന്നെ AI1 AI2 എക്സെട്ര AIN ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അത് എങ്ങനെ, എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം, എന്തുകൊണ്ട് ഇൻഫീസിബിൾ എന്ന് പറയണമെന്ന് നോക്കാം. അപ്പോൾ ആ കറസ്പോണ്ടിങ് I ആണ് അവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ. ഒരു BI ലെസ് ദാൻ 0 ഉണ്ടാവും, അത് ഒരു ith റോ ആയിട്ടാണ് വരില്ലേ. ഇവിടെ B1 B2 എക്സെട്ര BI എക്സെട്ര എന്ന് വരും. അതായത് BI എന്നുള്ള റോ ആയിട്ടാണ് ഇത് വരിക. അവിടെ AI1 AI2 എക്സെട്ര AIN ഒക്കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എക്സെട്ര ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. BI എന്നുള്ളത് ലെസ് ദാൻ 0 ആണ്. ഈക്വൽ ടു -X. ഇങ്ങനെ നമ്മൾ എഴുതിയെന്നല്ലോ ഇന്നലെ അൺബൗണ്ടഡ്നെസ്സിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഇങ്ങനെ എഴുതിയിരുന്നു. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, ജസ്റ്റ് ഒരു X നമ്മളിതൊക്കെ എഴുതാൻ വേണ്ടി സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ചെയ്തതാണ്. -X എന്ന് കൊടുത്തു. മൈനസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എഴുതിയതിന് പകരം മൈനസ് ഒരു X എന്ന് കൊടുത്തു. ദി ഇക്വേഷൻ ഗിവൺ ബൈ ദി ith റോ ഓഫ് ടേബിളോ ഈസ്, എങ്ങനെ എഴുതാം ഇതിനെ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പ്ലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വേറെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പ്ലസ് എക്സെട്ര പ്ലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ -1 അല്ലേ, മൈനസ് ലെസ് ദാൻ 0 ഈക്വൽ ടു -X എന്ന് വരും. ഇതൊക്കെ ഇതേപോലെ വരും. അപ്പോൾ മൈനസ് ലെസ് ദാൻ 0ന് നമുക്ക് പ്ലസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പ്ലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പ്ലസ് എക്സെട്ര പ്ലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പ്ലസ് ഗ്രേറ്റർ ദാൻ 0 ഈക്വൽ ടു -X എന്ന് എഴുതാം. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഒക്കെ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ. നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് പറയുന്നത് X1 X2 എക്സെട്ര XN ആണ്. അത് നമ്മൾ പ്രോബ്ലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എഴുതാറുണ്ട്. X1 X2 എക്സെട്ര XN എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന്. അപ്പോൾ എന്തായാലും ഈ ടേം പോസിറ്റീവ് അല്ലേ വരിക അല്ലേ. 0 വന്നാലും പോസിറ്റീവ് ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് പോസിറ്റീവ് ടേം വരിക. ഇവിടെ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് പോസിറ്റീവാണ് വരിക. അപ്പോൾ നമുക്ക് എന്താ പറയാം? -X ഗ്രേറ്റർ ദാൻ 0 അല്ലേ.
ഇത് കംപ്ലീറ്റ് പോസിറ്റീവാണ്. ഈ സമ്മൊക്കെ പോസിറ്റീവ് ആണെന്നതിനർത്ഥം അതിന് ഈക്വലാണ് -x. ദാറ്റ് ഈസ് -x ഗ്രേറ്റർ ദാൻ 0. -x ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താ പറയാം, x ലെസ് ദാൻ 0 അല്ലേ. ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ x ലെസ് ദാൻ 0 എന്ന് വരും. വിച്ച് ഈസ് ഇമ്പോസിബിൾ സിൻസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആർ നോൺ നെഗറ്റീവ് ഇൻ എനി ഫീസിബിൾ സൊല്യൂഷൻ. കാരണം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് നമ്മൾ ഈ സ്ഥാനത്ത് കൊടുത്തത്. x ആയിട്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ പൊസിഷനിലാണ് കൊടുത്തത് എക്സിനെ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും നമ്മൾ പോസിറ്റീവായി അല്ലെങ്കിൽ നോൺ നെഗറ്റീവായിട്ടാണ് പറയാറുള്ളത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്ത് ചെയ്യുന്നു, T1 T2 എക്സെട്ര Tm അല്ലേ, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 വരാൻ പറ്റില്ല ഒരു ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ. ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഇവിടെ T1 T2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിൻസ് തന്നെ. നമ്മൾ x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറയുമ്പോൾ തന്നെയാണ് T1 T2 എക്സെട്ര ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറയണതും. അതും കൺസ്ട്രെയിൻ്റ് ആണ്. അപ്പോൾ ആ കൺസ്ട്രെയിൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇവിടെ നമുക്ക് എക്സ് ലെസ് ദാൻ 0 ആണ് വന്നത്. അപ്പോൾ ഒരു ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ അതിന് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും, ഒരു ഇൻഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. മാക്സിമൈസേഷൻ പ്രോബ്ലം ആസ് നോ ഫീസിബിൾ സൊല്യൂഷൻസ്. The above tableau is the tableau from that terminates the simplex algorithm for maximum tableaus with an infeasible LPP. ഇതിന് നമുക്കൊരു ഇൻഫീസിബിൾ പ്രോബ്ലം എന്ന് പറയാൻ പറ്റും. ഈ പ്രോബ്ലം ഒരു ഇൻഫീസിബിൾ ആണെന്ന് പറയാൻ പറ്റും. അതായത് ഒരു സൊല്യൂഷനൊന്നും കിട്ടൂല. ഇത് ഒരു ഇൻഫീസിബിൾ LPP എന്നുള്ള കൺക്ലൂഷനിൽ എത്താം ഈ ടേബിളിൽ നിന്ന്. ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം.